ഹലോ, ഹായ്. എല്ലാവരും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വരുന്നത് ഫ്ലവർ ബാജിയാണ്. ഫ്ലവറിൻ്റെ ബാജി ഉണ്ടാക്കുന്നതാണ്. അത് ചില ആൾ പൂൽ ഗോപി എന്ന് പറയും. പിന്നെ അപ്പോൾ നിങ്ങൾ ഗ്യാസ് കത്തിക്കുക, പാത്രം വെക്കുക, ഈ ഫ്ലവറെല്ലാം മുറിച്ചിട്ട് വൃത്തിയാക്കി കഴുകി വാരി വെക്കുക. ചീനച്ചട്ടി ചൂടായാൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതിൽ കുറച്ച് കടു, കുറച്ച് ജീരകം ഇടുക. അതൊന്ന് നല്ലോണം പൊട്ടിപ്പൊരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഉള്ളിയും കുറച്ച് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് എല്ലാം മുറിച്ചിട്ട് അത് പിന്നെ കുറച്ച് കടിപ്പത്ത ഇതെല്ലാം ഇട്ട് ഈ ഉള്ളിയെല്ലാം ഇട്ടിട്ടൊന്ന് നല്ലോണം ഇളക്കി ഇതായി വരിക. കരുവേപ്പില ഉള്ളിയെല്ലാം ഇട്ടിട്ട് നല്ലോണം ഇളക്കി വരുമ്പം വേണം ഒരു തരി ഉപ്പിട്ടാൽ പെട്ടെന്ന് വെന്ത് കിട്ടും, ഇത് വാടി കിട്ടും. പിന്നെ അതിൻ്റെ അകത്ത് ഈ പച്ചമുളക് മുറിച്ചിട്ടതും ഇഞ്ചി പച്ചമുളക് ചതുക്കിയതും വെളുത്തുള്ളി എല്ലാം പച്ചമുളക് 4 ചീന്തി എല്ലാം അതിൻ്റെ അകത്ത് അങ്ങ് ഇട്ടതിൻ്റെ ശേഷം നല്ലോണം ഒന്ന് ഇളക്കുക. പിന്നെ അതിൻ്റെ അകത്ത് ഒരു ലേശം മഞ്ഞളിൻ്റെ പൊടിയും മുളകിൻ്റെ പൊടിയും പിന്നെ കുരുമുളക് പൊടിയുണ്ട് അത് ഇത്ര ഇടുക. അതിന് വേണ്ടുന്ന ഉപ്പ് ഇടുക. പിന്നെ നിങ്ങൾ ബാജി മുറിച്ച് വാരി ക്ലീനാക്കി വെച്ച ബാജി എടുത്തിട്ടിടുക. അപ്പോൾ ഈ ഫ്ലവറിന് കുറച്ച് വേവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അതിൽ കുറച്ച് അതിന് വേണ്ട ഉപ്പിട്ടതിൻ്റെ ശേഷം ഫ്ലവർ ഇട്ടിട്ട് അതിന് കുറച്ച് വേവുള്ളതുകൊണ്ട് നിങ്ങൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേഗം വെക്കുക. ഫ്ലവറെല്ലാം മുറിച്ചിട്ട് വൃത്തിയാക്കി വെച്ചതാണ് അത് വണ്ണത്തിലും ചില ആൾ വലിയ വണ്ണത്തിലും മുറിച്ചിട്ടുണ്ടാക്കും. ഞാനിത് കുറച്ച് ചെറുങ്ങനെ ഉണ്ടാക്കിയ മുറിച്ചിട്ടത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി തിരിച്ച് മറിച്ചിട്ടിട്ട് ലേശം വെള്ളം ഒഴിക്കുക. അതിന് കുറച്ച് വേവുണ്ട്, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിനെ മൂടി വെക്കുക. കുറച്ച് നേരം കൊണ്ട് അത് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് മറിച്ചിടാം. കൊത്തമ്പരി ചപ്പ്, കരുവാമ്പൻ ചപ്പ് എല്ലാം നിങ്ങൾക്ക് അതിൽ മുറിച്ചിടാം. പിന്നെ തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ വരണ്ടിയിടാം. പിന്നെ കടലൊക്കെ വറുത്തിട്ട് ഇത് തോല് കളഞ്ഞിട്ട് ഇടുണ്ടാക്കാം, അങ്ങനെ ഇടാം. ഉരുളക്കിഴങ്ങ് ചെറുങ്ങനെ മുറിച്ചിട്ടിട്ട് ഇടുണ്ടാക്കാം, അങ്ങനെ ഇടാം. ഇതിലെന്ത് വേണമെങ്കിലും ഇടാം നിങ്ങൾക്ക്. പിന്നെ ഇത് വെറും ഫ്ലവറിൻ്റെ ബാജിയാണ് ഉണ്ടാക്കുന്നത്. വട്ടണ ഇടാം. ഏതും ബാജി മുറിച്ചിടാൻ പറ്റുന്ന. അപ്പോൾ ഇതിന് നമുക്ക് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേട്ടെ. അതിൻ്റെ ഉപ്പും കാര്യവും എല്ലാം നോക്കി. ഇതിൽ വേറെ മസാലകളും അതും ഇതൊന്നും വേണ്ട. വെറും കുറച്ച് മഞ്ഞളും മുളകും ഉപ്പും ഇത്ര മാത്രമാണ്. ജാസ്തി മസാലയൊന്നും ഇതിലിടുന്നില്ല. ഇത് നമുക്ക് ചപ്പാത്തീൻ്റെ കൂടിയും എന്തിൻ്റെ കൂടിയും തിന്നാൻ പറ്റുന്നത്, ചോറിന് ബാജി ആയിട്ടും എല്ലാം പറ്റുന്നതാണ്. ഇത് ഫ്ലവറിൻ്റെ ബാജിയാണ്. ഞാൻ ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്ന്. നിങ്ങളെല്ലാം ഇത് ഉണ്ടാക്കുന്നുണ്ടാകുമായിരിക്കും. ഇതിൻ്റെ മേലെ ഒന്ന് വെള്ളമെല്ലാം വറ്റിയായി വരുമ്പോൾ നമ്മൾ ലേശം വെളുത്ത എള്ള് കുറച്ച് അതിൻ്റെ കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല രസം ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെച്ച് വെക്കുക. എന്നാൽ എല്ലാവരോടും ബായ്. ഞാൻ വേറെ ഡിഷുമായി വരാം.